ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വ്യൂവേഴ്സ് ആദ്യം തന്നെ രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ആവാനും പ്രാർത്ഥിക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് തരുന്നത്, അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്, യൂണിവേഴ്സ് എന്തൊക്കെ ഗൈഡൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ യൂണിവേഴ്സിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ട് വേണം റീഡിങ് കാണാൻ കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒത്തിരി പേര് മെസ്സേജൊക്കെ ചെയ്തിരുന്നു, നിങ്ങളുടെ പേഴ്സൺ കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലവരൊക്കെ റീയൂണിയൻ പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ഇനി ഈ ഒരു കമ്മ്യൂണിക്കേഷനോ മെസ്സേജൊക്കെ കിട്ടാത്ത വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ യൂണിവേഴ്സിന് കൊടുക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹം തരും. ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കുക, നെഗറ്റീവ്സിനെല്ലാം വിട്ട് കളയുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോർഗീവ്നെസ് വേണമെന്ന്. അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഹീലായി എപ്പോൾ നല്ലപോലെ നമ്മുടെ മുറിവുകളൊക്കെ ഉണക്കുന്നു, അപ്പം മുതലാണ് നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് യൂണിവേഴ്സ് കാര്യമായിട്ട് ഇടപെടുകയുള്ളൂ കേട്ടോ. ഒത്തിരി പേര് അവർക്ക് പോസിബിളായെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരുന്നു. അതിനൊക്കെ താങ്ക് യു പറയുക യൂണിവേഴ്സിനോട്. അവരും താങ്ക് യു പറയുക, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും. നമ്മൾ ഓരോരുത്തർക്കും യൂണിവേഴ്സ് ഓരോ അനുഗ്രഹങ്ങളായിട്ട് കൊണ്ടുവരുന്നു. ചിലർക്ക് പെട്ടെന്നാവും, ചിലർക്ക് കുറച്ച് താമസം എടുക്കും. അത് നമ്മളും കൂടി കുറച്ച് ഹീലാവാനുണ്ട്, അതുകൊണ്ടാണ് താമസം എടുക്കുന്നത് കേട്ടോ. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കുറേ പേർക്കൊക്കെ പോസിബിളായി, അത് റീഡിങ് വാല്യൂ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു, അവരുടെ ലൈഫിലേക്ക് കുറേ പ്രോഗ്രസ്സൊക്കെ വന്നു എന്ന് പറഞ്ഞ് കേട്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്പാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എന്താണെന്നറിയോ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഒത്തിരി സ്നേഹമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങളോട് അതിയായ സ്നേഹം കരുതലൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത്. രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ടുള്ള എനർജിയാണ് ഇവിടെ. രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെക്കില്ലേ, നെഞ്ചോട് വെക്കില്ലേ, അങ്ങനത്തെ എനർജി തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഫസ്റ്റ് കാർഡ് തന്നെ കാണിക്കുന്നത്. ആദ്യത്തെ കാർഡ് തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളങ്ങനെ വിചാരിക്കണം കേട്ടോ. പോസിറ്റീവായിട്ടുള്ളത് മാത്രം വിചാരിക്കുക, നിങ്ങളിലേക്ക് എത്തും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ, മൈ ഹേർട്ട് ഈസ് ഓപ്പൺ ആൻഡ് ഫിൽഡ് വിത്ത് ലവ്. എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞത് തുറന്നതും സ്നേഹത്താൽ നിറഞ്ഞതുമാണ്. നിങ്ങളിലേക്ക് ആ സ്നേഹം തരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർ സ്റ്റക്ക് എനർജിയുള്ള ഒത്തിരി പേഴ്സൺസ് ഉണ്ടാവില്ലേ, അവരൊരു മാജിക് അവർ ലൈഫിൽ സംഭവിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒത്തിരി അറിവുള്ളൊരു പേഴ്സണാണ്, സ്കിൽഡ് പേഴ്സണാണ്, മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്നൊരു പേഴ്സണാണ്. നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് ഒത്തിരി മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടാവാം. അവർ ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ അങ്ങനെ ജാതി മതമൊന്നുമല്ല, അവർ ഏതൊരു ദൈവത്തിനെയാണ് വിശ്വസിക്കുന്നത് ആ ഒരു ദൈവത്തിൽ ഒത്തിരി വിശ്വസിക്കുന്ന പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതായത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി കഴിവുള്ളൊരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. അവർ ലീഡ് ചെയ്യുന്ന ഏത് കരിയർ ആയിക്കോട്ടെ അതിലൊക്കെ ഒത്തിരി അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് മാക്സിമം ചെയ്യാൻ കഴിവുള്ള പേഴ്സണാണ്. 100% ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു പേഴ്സണിൻ്റെ എനർജിയാണ് ഇവിടെ രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ അവരൊത്തിരി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നൊരു പേഴ്സണാണ്. ബന്ധുക്കളാണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും അവരോടുള്ള സ്നേഹവും കരുതലൊക്കെ ഒത്തിരി നോക്കുന്ന ഒരാളാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഒത്തിരി ശ്രദ്ധിക്കുന്നൊരു പേഴ്സണാണ് കാണിക്കുന്നത്. മേ ബി കഴിഞ്ഞ ദിവസം അവരും അവരുടെ കസിൻസോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ സെലിബ്രേഷൻ നടന്നതിൻ്റെ സൂചനയായിട്ടൊക്കെ ഈ കാർഡ്സിനെ നമുക്ക് സൂചിപ്പിക്കാം. നാലാമത്തെ കാർഡ് എന്താ, പേജ് ഓഫ് വാൻസ് ആണ്. എന്താണ് പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ,
തൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഉത്സാഹത്തോടെ നീങ്ങുന്ന ഒരു വ്യക്തിയുടെ എനർജി. താൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഉത്സാഹം എന്ന് പറയില്ലേ, അത്രത്തോളം എനർജി കൊടുത്തിട്ട് അവർ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു പേഴ്സണാണ്. മേ ബി ഒരു കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള അവരുടെ തിരിച്ചുവരവായിരിക്കാം. തിരിച്ചുവരവും തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം, തീരെ മെസ്സേജോ കോളൊന്നും ചെയ്യാത്ത ഒത്തിരി പേഴ്സൺസിൻ്റെ എനർജി ഉണ്ടല്ലോ. അപ്പോൾ പേജ് ഓഫ് വാണ്ട് കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി ഉത്സാഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നൊരു എനർജി ആയിരിക്കാം. അവർ ചെയ്യുന്ന കരിയറിൽ അവർ നല്ലപോലെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് കിങ് ഓഫ് വാൺസ് കാർഡും കാണിക്കുന്നത്. എന്താ കിങ് ഓഫ് വാൺസ് കാർഡ്? അവരിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഭയങ്കര ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കിങ് ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ എന്താ പറയുക, അവർ ചെയ്യുന്ന ആ ഫീൽഡ് ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് കാണിക്കുന്നുണ്ട്, ലോ, അങ്ങനെ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ പൊളിറ്റിക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കണം. പിന്നെ ഒരു സമൂഹത്തിൽ അത്യാവശ്യം നല്ല പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. കാരണം ഇവിടെ കിങ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ. ഇവിടെ കണ്ടോ, കിങ് എന്ന് പറയുമ്പോൾ എനർജി കണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. അവരൊത്തിരി ബിസി ആയിട്ടുള്ള ടൈമായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസമായിരിക്കാം, അവർ ഇന്നൊന്നിലേക്കായിട്ട് ഒത്തിരി ബിസി ആയിരിക്കുന്ന ഒരു സമയമായിരിക്കാം. ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസങ്ങളാണ് അവർക്ക് കടന്നു പോകുന്നത്. അവരുടെ വർക്കിൻ്റെ ബേസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അവർ നിങ്ങളിലേക്ക് വരും. അത് തന്നെയാണ് ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഈ കാർഡ് കാണിക്കുന്നത്. അവർ കുറേ പേരെ ലീഡ് ചെയ്യുക, നയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ അവരുടെ സിറ്റുവേഷൻ. നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. എന്നാലേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി വിഷമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. 4 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊത്തിരി വിഷമിക്കുന്നതായിട്ട്, അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസമൊക്കെ എന്താ പറയുക, നൈറ്റ് ടൈമിലായിരിക്കണം കേട്ടോ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തായിരിക്കണം. 4 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. അവർ ഒത്തിരി പെയിൻ അനുഭവിക്കുന്നത് പോലെ. കാരണം ഇപ്പോൾ നിങ്ങളിലേക്ക് എത്താൻ വൈകുന്ന എനർജീസിൻ്റെ കാർഡ്സ് ആയിരിക്കണം ഇത്. അവർ നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് അതിയായി ആഗ്രഹിക്കുന്നത്. അവർ മിറാക്കിൾ കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അവർ കുറേ സിബ്ലിങ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ കഴിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു ഉത്സാഹത്തോട് കൂടിയിട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പേജ് ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്. ആ സ്വപ്നത്തിലേക്കുള്ള നീക്കം തന്നെയാണ്. അവർ ഭയങ്കര തിരക്കായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഹെക്റ്റിക് ഡേയ്സ് ആണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് അവർ, അതിലൂടെയാണ് അവർ കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം മേ ബി നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർക്ക് പറ്റാത്തത്. അത്രയും തിരക്കിട്ട് പോവായിരിക്കണം. എന്നാൽ അവർ എത്രയും തിരക്കുണ്ടെങ്കിലും അവരുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുള്ള സ്നേഹം കരുതലൊക്കെ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് അതിയായ ആഗ്രഹമുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഒത്തിരി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് അതിന് ഓവർകം ചെയ്യണ്ടേ. ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആരോടൊന്നിനും പോവാത്തൊരവസ്ഥ, ആരോടൊന്നൊരു പരിഭവം പരാതിയില്ല. നിങ്ങളോട് പോലും ഇപ്പോൾ കോണ്ടാക്ട്സ് ഇല്ലല്ലോ, അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരോടല്ലേ പറയാൻ പറ്റുള്ളൂ. അത്രയും തുറന്നൊരു മനസ്സുള്ളവരോടല്ലേ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെയില്ല. അപ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട പോലെ അവരിയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവർ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുമെന്നൊക്കെ അവർ പേടി സ്വപ്നങ്ങളൊക്കെ കണ്ട പോലെ. കാരണം ഇത്രയും ചിലർക്ക് നന്നായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം. 1 ഇയറൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം, 6 മന്ത് അത്രയൊക്കെ വന്നിട്ടുണ്ടാവാം ചില എനർജീസ്. കുറച്ച് പേരൊക്കെ വളരെ കുറച്ച് കാലമായിട്ട് 1 മന്തൊക്കെ ആയിട്ടുള്ളൂ ഡിസ്റ്റൻസ് വന്നിട്ട്. എങ്കിലും അവർ ചിന്തിക്കുകയാണ് ഈ കോണ്ടാക്ട്സില്ലാത്ത ഈ സിറ്റുവേഷനിൽ അവർ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുമോ, എന്നെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാവുമോ, ഞാൻ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ അവർ പേടി സ്വപ്നം കാണാൻ പറയില്ലേ. തിരിച്ചെത്താൻ പറ്റില്ല, എനിക്ക് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവരിലേക്ക് തിരിച്ചെത്താൻ. എങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്തെന്നറിയില്ല, ഞാൻ സ്വപ്നങ്ങൾ കാണുകയാണ്. പേടി സ്വപ്നങ്ങൾ കാണുന്ന പോലെ ഒരു ഉത്കണ്ഠയുണ്ട് അവർക്ക്.
നിങ്ങൾ അവരെ വിട്ടു പോവോ എന്നുള്ളൊരു പേടി നല്ലപോലെ കാണിക്കുന്നു. അവർ കരയുന്നൊരു എനർജി പറയില്ലേ, ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ 9 ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത്. ആരുമില്ലാത്തൊരവസ്ഥ, ചില സമയങ്ങളിൽ വളരെ ശൂന്യമായൊരവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ്. ടെമ്പറൻസ് കാർഡാണ് അടുത്ത കാർഡ് കാണിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത് ടെമ്പറൻസ് കാർഡിൽ? അവരുടെ കരിയറിനെയും നിങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബാലൻസ് കൊണ്ടുവരണം. ഒരു സൈഡിൽ കരിയറും ഒരു സൈഡിൽ നിങ്ങളും, അങ്ങനെ ബാലൻസ് കൊണ്ടുപോകാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയും ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. എന്താണെന്നറിയോ, ഒരു ഭാഗത്ത് സൂര്യനാണെങ്കിൽ ഒരു ഭാഗത്ത് ചന്ദ്രൻ എന്ന് പറയില്ലേ. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഒരു ഭാഗത്ത് രാവാണെങ്കിൽ ഒരു ഭാഗത്ത് പകൽ. അപ്പോൾ എങ്ങനെ ഇതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒത്തിരി ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തണം തന്നെയാണ് ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് അത്രമേൽ നിങ്ങളോട് പ്രണയമുണ്ടവർക്ക്. എന്നാൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുമ്പോൾ മേ ബി അവരുടെ വർക്കിൻ്റെ സ്വഭാവം തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ടൊരു ബുദ്ധിമുട്ട്. മനസ്സിലായി? ഇവിടെ തേർഡ് പാർട്ടി അങ്ങനെയൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇതിലവർ കാണിക്കുന്നത് അവർ അത്രയും തിരക്കിട്ടിട്ട് അവർ വർക്കിൻ്റെ കേസായിരിക്കണം. അപ്പോൾ അവർ അങ്ങനെ പോകുന്നൊരു എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ ഒരു ബാലൻസ് കൊണ്ടുവരണം. വർക്കാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അടുത്ത എന്താണെന്നറിയോ, ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് പെൻറ്റക്കിളാണ്. എന്താ 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ഇപ്പോഴത്തെ ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷോർട്ടാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങളിലേക്ക് എത്തണം തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവർ പുതിയ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് ഇത് സക്സസ് തന്നെയാണ് ഇതിൻ്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നത് എന്ന് യൂണിവേഴ്സും ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു. അവർ ഒത്തിരി സ്നേഹത്തോടെ വിശ്വാസത്തോടു കൂടി നിങ്ങളിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ഈ ഒരു ഷെഡ്യൂൾ ഇതൊക്കെ ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ പോകുന്ന സിറ്റുവേഷനൊക്കെ ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് വരണം, അതിന് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണം എന്നൊക്കെ ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്തിരി സമയമെടുത്താലും നിങ്ങളിലേക്ക് എത്തണം തന്നെയാണ് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് കാർഡ് ലവാണ്, അത്രത്തോളം കരുതലാണ് കാണിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് അത്രമേൽ പ്രണയമാണ് അവർക്ക്. എന്നാൽ ഇത്രയും കാർഡ്സ് കഴിഞ്ഞിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് എന്താ കാണിക്കുന്നത്? ആ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് അവരുടെ ബാക്കിൽ കണ്ടോ ഒരു സാമ്രാജ്യം തന്നെയാണ്. ആ സാമ്രാജ്യം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിലേക്ക് എത്തിയാലേ അവർ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. അവർ സത്യസന്ധന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കണം അവർ മാറി നിൽക്കുന്നത്. നിങ്ങൾക്കും അറിയാം ആ കാരണം, നിങ്ങൾക്കും അറിയാം, റീസൺ നിങ്ങൾക്കും അറിയാം. അതെല്ലാം മാറിയിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കോണ്ടാക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, റീയൂണിയനൊക്കെ പോസിബിൾ ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്താത്ത വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ്സ് ഞാൻ നോക്കിയത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ എത്താൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചത്. എന്നാൽ ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു ടൈം മാറിയിട്ട് നിങ്ങളിലേക്ക് എത്തും. അവരത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോർഗിവ്നെസ് വേണം കേട്ടോ. മറക്കണം. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. അത് മാറിപ്പോകാനായിട്ട് ടൈം എടുക്കുന്ന പേഴ്സൺസിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ഞാനത് ഫോർഗിവ്നെസ് ചെയ്യാം, മാഡം പറഞ്ഞതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അത് മറന്നു പോകണം. നിങ്ങൾ തന്നെ മറക്കണം. നിങ്ങൾ തന്നെ ക്ഷമിക്കണം. നിങ്ങൾക്കല്ലേ അത് സാധിക്കുള്ളൂ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യമല്ലേ നടക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കണ്ടേ? എനിക്ക് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ഗൈഡൻസ് തരാനല്ലേ പറ്റുള്ളൂ, അല്ലേ? നല്ലപോലെ വിശ്വസിക്കുക യൂണിവേഴ്സിൽ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്യൂ. മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ചിന്തകളെല്ലാം റിമൂവ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് യാഥാർത്ഥ്യമായി കൊണ്ടുവരുന്നു അപ്പം മുതലേ നിങ്ങളിലേക്ക് ഇത് വാല്യൂഡ് ആയിട്ട് വരുള്ളൂ.
അല്ലാതെ വന്നില്ല, പേഴ്സൺ വിളിച്ചില്ല, എത്ര നാൾ നോ കോണ്ടാക്ട്സിലായിപ്പോയി, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മളത് ഉള്ളിൽ നിന്ന് തന്നെ അവരോട് ക്ഷമിക്കണം. ഇപ്പം ആ പേഴ്സണോട് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ദേഷ്യവും വൈരാഗ്യവും ഉള്ളത്. ഫാമിലിയോടായിക്കൂടെ, ഫ്രണ്ട്സിനോടായിക്കൂടെ, കസിൻസിനോടായിക്കൂടെ. മനസ്സിലായോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദേഷ്യം വരണ്ട കേട്ടോ. അവരോട് വൈരാഗ്യം വരണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് സമാധാനം സന്തോഷമുള്ളൊരു ജീവിതമല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണ്ടേ? ഞാൻ നല്ലൊരു ഗൈഡായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളിലൊരാളാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാർഡ്സ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും അത് നിങ്ങൾക്ക് ഒരു ദോഷമായിട്ടുള്ള കാര്യമല്ലല്ലോ ഞാൻ പറയുന്നത്, അല്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാവും എന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും അറിയണം, കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് വേണം. എന്നാലേ ഓരോരുത്തരുടെ എനർജീസും ഇപ്പം നമ്മൾ നോക്കുമ്പോഴേ എല്ലാം വ്യത്യസ്തമായ എനർജീസാണ്. അവരവരുടെ കാര്യമാണെങ്കിൽ പേഴ്സണലായിട്ടുള്ള റീഡിങ് വേണം. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ജനറൽ റീഡിങ് അല്ലേ? ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ എനർജീസ് അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അവിടെയുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് നമ്പേഴ്സും ഫസ്റ്റ് ലെറ്റേഴ്സും നോക്കാം നമുക്ക്. എന്നിട്ട് നിങ്ങൾക്കത് റീസണബിൾ ആവുകയാണെങ്കിൽ നിങ്ങളത് എടുത്താൽ മതി. നിങ്ങൾക്കത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരോ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് പറഞ്ഞ ലെറ്ററാണ്. എൻ 45 എന്നുള്ളൊരു നമ്പർ ഉണ്ട്, അത് ഏജ് ആവാം. സി, ജെ, കെ, 17, യു, ഇ 38 ഏജ് ആവാം. 19, 5, 37, 20, 39, എഫ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, ടി, വി, ബി, 35, 11. ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇന്ന് അധികം എനർജി എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വോയിസ് വീണ്ടും പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി എന്താ അറിയോ, എൻ്റെ വ്യൂവേഴ്സിനോട് വേണ്ടി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നല്ല പോലെ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹം വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞു നിങ്ങളോട്. രാവിലെ ഒരു 3:15 നിങ്ങൾ എഴുന്നേറ്റിട്ട് അതിനുള്ളിൽ വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്കത് കൂടുതൽ നിങ്ങളിലേക്ക് വാല്യൂഡായിട്ട് വരാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുള്ളൂ. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരുന്നിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് വിചാരിക്കും, എന്താടാ എല്ലാവരും ഈ ഉറങ്ങിക്കിടക്കുകയാണല്ലോ, ഇവരെന്നെ ഇങ്ങനെ കിടന്ന് എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടല്ലോ, അപ്പം ഞാനത് ചെയ്തു കൊടുക്കണ്ടേ? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ കുറച്ച് എനർജീസ് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അപ്പം നമുക്കത് ചെയ്തു കൊടുക്കണ്ടേ എന്ന് യൂണിവേഴ്സ് വിചാരിക്കും. നിരന്തരമായിട്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും ഈ 3 മണി മുതൽ 3:15 വരെ നിങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിന് തോന്നും അവരുടെ കാര്യം വേഗം ഒന്ന് ചെയ്തു കൊടുക്കാം, ബ്ലെസ്സിങ്സ് കൊണ്ടു കൊടുക്കാം, ഗിഫ്റ്റായി തന്നെ അവർക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ചെയ്യൂ എന്നാണ് എനിക്കും പറയാനുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എല്ലാം നല്ലതാവട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും. അതിനു മുന്നേ ഈ റീഡിങ് ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വാല്യൂഡായിട്ട് വരും കേട്ടോ. നിങ്ങളുടെ സ്വന്തം നിംസ്.